പാറു, നീ അവിടെ എന്ത് ചെയ്യുക? വല്ല ജോലിയിലോ മറ്റോ ആണോ? ഞാൻ നാളത്തേക്കുള്ള നോട്ട്സ് തയ്യാറാക്കുമായിരുന്നു. കഴിഞ്ഞോ? ഇല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ വിളിക്കാം. അത് കഴിഞ്ഞു. എന്തേ, വെറുതെ വിളിച്ചാണോ അതോ? രത്നെ, നിനക്ക് ആ പയ്യനെ ശരിക്കും ഇഷ്ടപ്പെട്ടോ? നീ എന്താ ഒന്നും മിണ്ടാത്ത? ഓ, ഒന്നുമില്ല. പറയ്, നിനക്ക് അയാളെ ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഏട്ടൻ കൊണ്ടുവന്ന ആലോചനയില്ലേ, അപ്പൊ പിന്നെ അത്. അപ്പോ നിനക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമൊന്നുമില്ലേ? ഏട്ടന്റെ തീരുമാനം എനിക്ക് എല്ലാത്തിലും വലുത്. ഗിരിയേട്ടൻ നിന്നോട് അഭിപ്രായം ചോദിച്ചിരുന്നോ? അത് ഇല്ല. അപ്പോ ഇവിടുത്തെ അച്ഛന്റെ അതേ സ്വഭാവം തന്നെയാണോ ഗിരിയേട്ടനും? അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. ഒന്നിനും ആരോടും ഒരു ഒപ്പീനിയനും ചോദിക്കില്ല. എല്ലാം മൂപ്പര് തീരുമാനിക്കുന്ന പോലെ നടക്കണം. അവിടെയും ഇതേ അവസ്ഥയാണോ? ഏട്ടനെപ്പോഴും ഞങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞേ പെരുമാറിയിട്ടുള്ളൂ. മറ്റെന്ത് വിഷയം പോലെ അല്ല വിവാഹം. ഇത് നിന്റെ ഭാവി ജീവിത. ഇവിടെ നിന്റെ അഭിപ്രായം ഗിരിയേട്ടൻ ചോദിച്ചിരിക്കണം. പെൺകുട്ടികൾ ഒരിക്കലും വെറും തലയാട്ടി ബൊമ്മകളാവരുത്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും തീരുമാനങ്ങളും വേണം. പയ്യനുമായി സംസാരിച്ചു വന്നതിന് ശേഷം നിന്റെ മുഖത്തൊരു തെളിച്ചക്കുറവുണ്ടായിരുന്നല്ലോ രത്നെ. മറ്റാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചു. എന്തായിരുന്നു ഒരു മൂഡ് ഔട്ട്? രത്നെ, നിന്നെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നല്ലല്ലോ കാണാൻ തുടങ്ങിയ. പറയ്, എന്താ നിന്റെ മനസ്സിൽ? എന്താ എന്റെ മനസ്സില്? ഒന്നുമില്ല. രത്നെ, അവിടെ നിന്റെ അഭിപ്രായം ചോദിക്കാതെയാണ് എല്ലാവരും ചേർന്ന് നിന്റെ വിവാഹത്തിൽ തീരുമാനമെടുത്തത്. ഗിരിയേട്ടനെങ്കിലും സ്വകാര്യമായിട്ട് അത് നിന്നോട് ചോദിച്ചിട്ടുണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. അതും ഉണ്ടായില്ലെന്ന് ഇപ്പൊ നിന്റെ മറുപടിയിൽ നിന്ന് കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ആരും നിന്റെ ഇഷ്ടം തിരക്കിയില്ലെങ്കിലും ഞാൻ നിന്നോട് ചോദിക്കുക, നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമാണോ? സന്തോഷത്തോടെയാണോ നീ ഇതിന് തയ്യാറാവുന്നത്? എല്ലാരും ചേർന്ന് എല്ലാം തീരുമാനിച്ചില്ലേ പാറു? അത് നടക്കട്ടെ. ഏട്ടന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം, ഞങ്ങളെ പെങ്ങന്മാരുടെ സന്തോഷം. നീ വെറുതെ ഓരോന്നും ചിന്തിച്ച് തലമുണ്ടാക്കണ്ട. നാളെ ഇത്തിരി നേരത്തെ എഴുന്നേക്കേണ്ടത്. എനിക്ക് നേരത്തെ ഒന്ന് കിടക്കണം. ഗുഡ് നൈറ്റ്.